ഈ മൈക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ പല റിവ്യൂസ് നമ്മൾ കണ്ടിരുന്നു. അതിലൊന്നും പക്ഷേ എടുത്തു പറയാത്ത അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രത്യേക ഫീച്ചറാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്നറിയപ്പെടുന്ന മൈക്രോഫോണാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതാണ് ഈ സാധനം. നമുക്കിതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അവരുടെ വീഡിയോയുടെ വോയിസ് ക്ലാരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്നറിയപ്പെടുന്ന ഗാഡ്ജറ്റ്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം ഇത് അവൈലബിൾ ആണ്. നമുക്ക് റോഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ വെയിറ്റ് കുറവാണ്. വളരെ ചെറിയ സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിലിടുമ്പം വളരെ ഇങ്ങനെ തൂങ്ങിപ്പോവുകയോ ഷർട്ട് ചുളിയുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 രൂപ കോയിൻ്റെ വലിപ്പം തന്നെ ഇതുള്ളൂ. ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും ചെറിയൊരു സംഭവമാണ്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ബട്ടൺ നമുക്ക് ഡ്രസ്സിൻ്റെ പുറകിലേക്ക് വയ്ക്കാം. ഇതാണെങ്കിൽ ഇവിടത്തേക്ക് വെച്ച് പറഞ്ഞാൽ ജസ്റ്റ് ഇതങ്ങനെ പ്രസ്സായിട്ടിരിക്കും. പിന്നെ വീണ് പോകുന്നുള്ള യാതൊരു പേടിയും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ക്വാളിറ്റിയുള്ള മാഗ്നറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു മലയുടെ താഴെയാണ്. അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ അതിൻ്റേതായ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് പരിഹരിക്കാനും ഈ മൈക്കിൽ സൗകര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഒരു മഞ്ഞ കളർ ബട്ടൺ കാണുന്നുണ്ട്. ഈ മഞ്ഞ കളർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ യെല്ലോ കളർ ഗ്രീൻ കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ തന്നെ പുറത്തുള്ള നോയ്സ് ഒരു പരിധി വരെ നമുക്ക് ഇതിൽ ഈ നമ്മുടെ വീഡിയോയിൽ അഫക്റ്റ് ചെയ്യാതെ നോക്കാം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. മാഗ്നറ്റോടെ ഡ്രസ്സിൽ വെക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ മാലയായി തൂക്കിയിടാനും സാധിക്കും. ഇതിനു വേണ്ടിയുള്ള മാലകളും അവർ നമുക്ക് തരുന്നുണ്ട്. ഇതിലും മാഗ്നറ്റ് തന്നെയാണ് ഉള്ളത്. ഈ മാഗ്നറ്റ് തമ്മിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ മാലയായി നമുക്ക് തൂക്കിയിടാൻ സാധിക്കും. അതുകൂടാതെ ഇതുപോലെ ക്ലിപ്പുകളും നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിൽ ഈ മാഗ്നറ്റ് ഇതിലും മാഗ്നറ്റ് തന്നെയാണുള്ളത്. ഇത് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും നമുക്ക് ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാനും സാധിക്കും. ഇതിൻ്റെ കൂടെ ഐഫോണിലും ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പിന്നുകളും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഐഫോണിൽ യൂസ് ചെയ്യുന്നതാണ്, ഇത് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കോംബോ പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇത് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. അപ്പം ഇതിലും ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വെക്കുന്ന രീതിയിൽ പിന്നെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വയർ തന്നിട്ടുണ്ട്.
ഒന്ന് ഈ ഭാഗത്ത് കണക്ട് ചെയ്യുക, ഒന്ന് നമ്മുടെ ക്യാമറയിൽ ഉള്ള പിന്നിൽ കണക്ട് ചെയ്യുക. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബിറ്റ് റേറ്റ് കൂട്ടാൻ സാധിക്കും. 1, 2, 3 അങ്ങനെ 3 ബിറ്റ് റേറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ സൗണ്ട് എത്രത്തോളം ഗാംഭീര്യം വേണം അതിനനുസരിച്ച് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയാവും. അതിനനുസരിച്ച് ബിറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിലാണ് ബാക്കി വീഡിയോ എടുത്തത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് 300 മീറ്റർ വരെ ദൂരെയുള്ള വോയിസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ദൂരെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 300 മീറ്റർ അകലെ നിൽക്കുകയാണെങ്കിലും നമ്മുടെ വീഡിയോ ദൂരെ നിന്ന് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഈ വോയിസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു മാവിൻ തോപ്പിലാണുള്ളത്. അപ്പം കുറേ ദൂരെ മാറി വന്ന് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ ഇത് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഈ മൈക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതുപോലെ പല റിവ്യൂസ് നമ്മൾ കണ്ടിരുന്നു, അതിലൊന്നും പക്ഷേ എടുത്തു പറയാത്ത അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രത്യേക ഫീച്ചറാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ മൈക്കിൻ്റെ 2 മൈക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ആൻഡ്രോയിഡിലും ഐഫോണിലും പിന്നെ ക്യാമറയിലും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പിന്നുകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ 2 മൈക്ക് വെച്ച് ഒരേ സമയം തന്നെ 2 ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിലും കൂടി ചേർന്ന് ഈ മൈക്ക് സെപ്പറേറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ 2 വ്യത്യസ്ത വീഡിയോ നമുക്ക് ഒരേ സമയം തന്നെ എടുക്കാൻ സാധിക്കും. അതുപോലെ അത് തന്നെ ക്യാമറയിലായിട്ടോ അല്ലെങ്കിൽ ഐഫോണിലായിട്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിട്ടോ തന്നെ വ്യത്യസ്തമായി കണക്ട് ചെയ്താലും നമുക്ക് വ്യത്യസ്ത വീഡിയോസ് ഒരേ സമയം തന്നെ 2 പേർക്ക് എടുക്കാനും സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതുവരെ ആരും പറയാത്ത ഒരു ഫീച്ചറാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വീഡിയോ ചെയ്യുമ്പം വിൻഡിൻ്റെ വോയിസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നോയ്സായിട്ട് വരും. അപ്പോൾ അതൊന്നും ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ ഒരു മൈക്രോഫോണും സാധിക്കില്ല. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡെഡ് കാറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ മൈക്കിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മൈക്കിൻ്റെ ഈ എംബ്ലം കണ്ടോ, ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് അവർ കുറച്ച് ഇമോജീസ് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ഇമോജീസ് തന്നിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റും ബ്ലാക്കും തന്നിട്ടുണ്ട്. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ ഈ എംബ്ലത്തിന് മേളിലേക്ക് ഒട്ടിക്കാം. കറക്റ്റ് സൈസ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. ഈ മൈക്രോഫോണിനെ കുറിച്ച് എടുത്തു പറയാവുന്ന മറ്റൊരു ഫീച്ചർ പറയാം. നമ്മളിപ്പം മൊബൈലിൽ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ മൊബൈൽ കൊണ്ട് വെച്ച ശേഷം ഒന്നുകിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പൊസിഷനിൽ പോയി ഇരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി റെഡിയായ ശേഷം പിന്നെ വന്ന് ഈ മൊബൈൽ ഓൺ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പകരം ഈ മൈക്രോഫോണിൽ ഈ യെല്ലോ കളർ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഈ യെല്ലോ കളർ ബട്ടൺ 2 തവണ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മൈക്രോഫോൺ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണ് ഓട്ടോമാറ്റിക് വീഡിയോ ഓൺ ആകും. നമുക്കത് നടക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ മൊബൈൽ വീഡിയോ ക്യാമറ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഓൺ സ്വിച്ച് ഓൺ ആവണമെങ്കിൽ നമുക്കിവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യെല്ലോ കളർ, അതായത് നോയ്സ് ക്യാൻസലേഷൻ ബട്ടൺ ഡബിൾ ടൈം പ്രസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആയിട്ടുണ്ടോ? വീഡിയോ ആയിട്ടുണ്ടോ? ഇത് നല്ല അടിപൊളിയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് ഓഫ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്രോഫോണാണ് ഇത്. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.